ഇത് മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ മഞ്ചേരിയിൽ മാടങ്കോടി എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ഇത് എൻ്റെ ഒരു രണ്ടാമത്തെ പ്രൊജക്റ്റാണ്. ക്ലയൻറ്റിൻ്റെ പേര് സലീം എന്നാണ്. ഇത് ഏകദേശം ഒരു സാധാരണക്കാരന് ഉതകുന്ന തരത്തിലുള്ള ഒരു നല്ല ഒരു കളർ സ്കീമിലൊക്കെ ഉള്ള ഒരു വീടാണ് ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത്. ഏകദേശം 15.5 സെൻറ്റാണ് പ്ലോട്ടിൻ്റെ വിസ്തീർണം. അതിൽ 2400 സ്ക്വയർ ഫീറ്റാണ് വീടിൻ്റെ ഏകദേശം ഏരിയ വരുന്നത്. ഇത് വീടിൻ്റെ പോർച്ചാണ്. പോർച്ചിൽ ഇവിടെ ടോട്ടൽ ഒരു കോട്ട ഗ്രീൻ വൈറ്റ് കളർ കോമ്പിനേഷനാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. ഇതിനകത്ത് ഫ്ലോർ ടൈല് എൻഡൂറ സീരീസിൽ വരുന്ന ഒരു കോട്ട ഗ്രീൻ, അതേപോലെ ഐവറി വീൽവേ മാത്രം കാണിക്കാനായിട്ട് ഐവറി പാറ്റേൺ മിക്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ചൊരു നാച്ചുറൽ ഫീലിംഗ് കിട്ടാൻ വേണ്ടിയിട്ട് ഇൻഡോർ പ്ലാന്റ്സ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ടോട്ടലൊരു വാൾനട്ട് കളറാണ് ഐവറിയിലേക്ക് വുഡിൻ്റെ ഫിനിഷൊക്കെ അതിൽ അപ്ലൈ ചെയ്തിട്ടുള്ളത്. ഇതിപ്പോൾ നമ്മൾ വീടിൻ്റെ സിറ്റ് ഔട്ടിലാണുള്ളത്. സിറ്റ് ഔട്ടിൽ തന്നെ നമുക്കൊരു ഫ്രീ മൈൻഡോട് കൂടിയിട്ട് ലോണിലേക്കൊക്കെ നോക്കിയിരിക്കാൻ വേണ്ടിയിട്ട് ബ്ലാങ്ക് ആയിട്ട് സിറ്റിംഗ് സ്പേസ് ഉണ്ട്. അതുപോലെ തന്നെ ചാരുപടി എന്നുള്ള ആ ഒരു ട്രെൻഡിൽ നിന്ന് ഒരു ഗാർഡൻ ബെഞ്ച് എന്നുള്ള ഫീലിംഗ് കിട്ടുന്നതോട് കൂടിയിട്ടുള്ള ഒരു ഗാർഡൻ സിറ്റിംഗ് ബെഞ്ച് അതിനകത്ത് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഗാർഡനിൽ ഏകദേശം കിണർ നമ്മളെ ഒരു ഗാർഡൻ ബെഞ്ച് പോലെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. നമുക്ക് വീട്ടിലേക്ക് വെള്ളം മുക്കാനും പറ്റും. അതേസമയം തന്നെ അതിനകത്ത് ഒരു ഗാർഡൻ ബെഞ്ച് അതിനകത്ത് ഇരുന്നിട്ട് ലോണിലേക്ക് നോക്കാനൊക്കെ ഉള്ള ഒരു സൗകര്യം അതിനകത്തുണ്ട്. സിറ്റ് ഔട്ടിൽ നിന്ന് തന്നെ നമുക്ക് ഈ സീറ്റിംഗ് ബെഞ്ചിൽ ഇരുന്ന് കഴിഞ്ഞാൽ ആ ഗാർഡനകത്തുള്ള നല്ല ഫ്ലവേഴ്സൊക്കെ കണ്ട് ഒരു നല്ല മൂഡാണ് അതിനകത്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ആ ഒരു കളർ സ്കീം ലോണിൻ്റെ ഒരു കോട്ട ഗ്രീൻ കളർ സ്കീമാണ് വീട്ടിലേക്ക് അപ്ലൈ ചെയ്തിട്ടുള്ളത്. കോട്ട ഗ്രീനെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ലൈറ്റ് ഏകദേശം അതിൻ്റെ തൊട്ട് ലൈറ്റ് കളറാണ് വാളിലൊക്കെ ബേസിൽ അഴുക്കാവാതിരിക്കാനൊക്കെ അപ്ലൈ ചെയ്തിട്ടുള്ള ഇതാണ്. അതുപോലെ തന്നെ ഫോയറിൽ വന്നു കഴിഞ്ഞാൽ ഫോയറിൻ്റെ എൻട്രി ഡോറ് തേക്കിൽ തന്നെ വാൾനട്ട് കളറിൽ SS സ്റ്റീൽ ഫിനിഷ്, മാറ്റ് സ്റ്റീൽ ഫിനിഷ്, അതേപോലെ പുറത്തേക്ക് കാണാൻ വേണ്ടിയിട്ട് ചെറിയൊരു മിൽക്കി ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ പുറത്താര വന്നത് അത് നിന്ന് തന്നെ കാണാൻ പറ്റുന്ന രൂപത്തിലുള്ള ഒരു അറേഞ്ച്മെൻറ്റ്സ് കൂടെ എൻട്രി ഡോറിൽ ചെയ്തിട്ടുണ്ട്. ഇതാണ് വീടിൻ്റെ ലിവിങ് റൂം. ഇത് 360x390 ആണ് ഏകദേശം സൈസ് വന്നിട്ടുള്ളത്. സ്ലോ പ്രൂഫാണ് ഇതിന് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇതിൽ ഇൻറ്റീരിയറിൽ കർട്ടൻ റോമൻ ബ്ലൈൻഡ് ആണ്, കോട്ടൺ ക്ലോത്തിൽ റോമൻ ബ്ലൈൻഡ് ആണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. അതിനോട് മാച്ചായി തന്നെ മെറൂൺ കളറിൽ സോഫ കുഷ്യൻസ് C ഷേപ്പിലാണ് സോഫ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. L ഷേപ്പിൽ ഒരു പോർഷനിൽ ദിവാൻ ടൈപ്പിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ നിഷ് വളരെ ചിലവ് കുറഞ്ഞ രൂപത്തിൽ ഒരു സിമ്പിൾ ഒരു 3x80 സെൻറ്റിമീറ്റർ റേഞ്ചിൽ വെനീർ പാനലിംഗ് ചെയ്തിട്ട് ചെറിയൊരു നിഷ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എക്സ്പെൻസ് നമ്മൾ ഒരു വലിയ ഷോക്കേസ് കൊടുക്കുന്നതിനെക്കാട്ടിലും ഏറ്റവും ചിലവ് കുറഞ്ഞ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഇൻറ്റീരിയറിൽ വന്നിട്ടുള്ള കാര്യം. പിന്നെ നമ്മൾ തന്നെ വാൾ പിക്ചർ നമ്മളെ മൂഡിനനുസരിച്ചുള്ള ക്ലയൻറ്റിൻ്റെ മൂഡിനനുസരിച്ചുള്ള വാൾ പിക്ചർ നമ്മൾ വരപ്പിച്ചിട്ട് ബ്ലാങ്ക് വാളിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതുപോലെ നാച്ചുറൽ റൂട്ട്സ് ഇൻറ്റീരിയറിൻ്റെ ലിവിങ് റൂമിൻ്റെ ഒരു കോർണറിൽ നാച്ചുറൽ റൂട്ട്സ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ടീപ്പോയി ഒരു C ഷേപ്പിൽ ഏത് ഏരിയയിലേക്കും നമുക്ക് പെട്ടെന്ന് മൂവ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലുള്ള ഒരു ചെറിയ ടീപ്പോയാണ് ലിവിങ് റൂമിൽ അപ്ലൈ ചെയ്തിട്ടുള്ളത്. ഇതാണ് വീടിൻ്റെ ഡൈനിങ് കം ഫാമിലി ലിവിങ് എന്ന് പറയുന്ന റൂം. ഇതിൽ ഡൈനിങ്ങിന് ഒരു 360x330 എന്നുള്ള റേഞ്ചിൽ ഏകദേശം ഒരു 10 പേർക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന രൂപത്തിൽ ഒരു നല്ല ഡൈനിങ് സ്പേസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വളരെ സിമ്പിളായിട്ടുള്ള ക്രോക്കറി ഷെൽഫുകൾ രണ്ടായിട്ട് സ്പ്ലിറ്റായിട്ട് ചെയ്തു.
കുറച്ച് ഭംഗിയുള്ള ഷോക്കേസിലുള്ള ഗ്ലാസ്സുകൾ, അതേപോലെ ഡൈനിങ്ങിൽ ഉപയോഗിക്കുന്ന ക്രോക്കറി പ്ലേറ്റ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഡൈനിങ് ടേബിളിൽ നിന്ന് കുറച്ച് മാറി നിന്നിട്ട് ഒരു വാഷ് ഏരിയ, നമ്മൾ ഭക്ഷണം കഴിച്ച് കഴുകാനൊക്കെ ഉള്ള ഏരിയ സിമ്പിളായിട്ടുള്ള, അതിനകത്തുള്ള മിറർ, വാഷ് ബേസിന്. പിന്നെ അതിൽ തന്നെ സ്റ്റെയർ കേസ് എൻട്രി ഉണ്ട്. വളരെ ചിലവ് കുറഞ്ഞ രൂപത്തിൽ SS സ്ട്രിപ്പ് വെച്ചിട്ട് ഏറ്റവും ചിലവ് കുറഞ്ഞ രൂപത്തിൽ കാണാനും ഭംഗി, ഏറ്റവും മോഡേൺ ആയിട്ടുള്ള രൂപത്തിൽ ഒരു സ്റ്റെയർ കേസ് റെയിലിംഗ് ചെയ്തിട്ടുണ്ട്. ഫ്ലോർ ടൈലിൽ ഫ്ലോർ ഏരിയയിൽ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പാറ്റേൺ ഗ്രേ വിട്രിഫൈഡ് ഒരു 80 സെൻറ്റിമീറ്റർ റേഞ്ചിലുള്ള ടൈല് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വീട്ടുകാർക്ക് ഇരുന്നിട്ട് TV കാണാനും, അതുപോലെ തന്നെ ഫാമിലി ആയിട്ട് സ്ത്രീകൾക്കൊക്കെ TV കാണാനൊക്കെ ഉള്ളൊരു എൻ്റർടൈൻമെൻറ്റ് ഏരിയ, ഒരു ഫാമിലി ലിവിങ് എന്നുള്ള നിലയ്ക്ക് ഒരു ചെറിയ സോഫയും അതിനകത്ത് ഒരു LCD TV ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പാസേജ് ഏരിയയിൽ തന്നെ സീലിങ്ങിൽ ചെറിയൊരു ഇൻഡയറക്റ്റ് ലൈറ്റിംഗ്, LED ലൈറ്റിംഗ് ഒക്കെ കൊടുത്തിട്ട് വളരെ എക്സ്പെൻസ് കുറഞ്ഞ രൂപത്തിൽ, കറണ്ട് ബില്ലൊക്കെ വളരെ കുറഞ്ഞ രൂപത്തിൽ ഒരു 1 വാട്ട് LED ആണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. അതിന് നൈറ്റ് മോഡിൽ നമ്മൾ ഈ 4 LED മാത്രം ഇട്ട് കഴിഞ്ഞാൽ ഡൈനിങ്ങിലും ഒപ്പം തന്നെ ലിവിങ്ങിൽക്കും ഉള്ള ആവശ്യത്തിനുള്ള വെളിച്ചം കിട്ടും. ആകെ ഡെയിലി വർക്ക് ചെയ്യുന്നത് ഒരു 4 വാട്ട് LED മാത്രമാണ് വർക്ക് ചെയ്യണത്. ഫാമിലി ലിവിങ്ങിൽ ഉള്ള നിഷിനകത്തുള്ള ഡ്രൈ റൂട്ട്സ്, അതുപോലെ തന്നെ പെബിൾസ്, വളരെ എക്സ്പെൻസ് കുറഞ്ഞ ഒരു പാക്കിന് ഏകദേശം ഒരു 130 റേഞ്ചിൽ വരുന്ന പെബിൾസൊക്കെയാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. ഫാമിലി ലിവിങ്ങിലും 3 സിംഗിൾ വിൻഡോയിൽ മിഡിലെ വിൻഡോ മാത്രം ഒരു വാം ലൈറ്റ്, നല്ല മൂഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വാം ലൈറ്റ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. സ്റ്റെയർ കേസിൽ തന്നെ നമ്മൾ കൈ വെക്കുന്ന ഏരിയ അഴുക്കാവാതിരിക്കാൻ വേണ്ടിയിട്ട് പ്ലൈവുഡ് വെച്ചിട്ട് പാനൽ ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ മെറ്റാലിക് പെയിൻറ്റിങ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ആ മെറ്റാലിക് പെയിൻറ്റിങ് റൈസറിന് കൊടുത്ത ഗ്രേ ടൈലിന് മാച്ചാവുന്ന രൂപത്തിലാണ് പാറ്റേൺ അപ്ലൈ ചെയ്തിട്ടുള്ളത്. അതിലൊരു ഹൊറിസോണ്ടൽ ഗ്രൂ 10 mm ഹൊറിസോണ്ടൽ ഗ്രൂ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഡൈനിങ്ങിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കിച്ചണിലേക്ക് വളരെ ലളിതമായ രൂപത്തിൽ കാണാൻ വേണ്ടിയിട്ട് ഗ്ലാസ് ഡോറാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. അതിനകത്ത് ഫുള്ളി കാഴ്ച കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് വളരെ ചെറുതായിട്ട് മിൽക്കി ഫ്രോസ്റ്റിംഗ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇത് മാസ്റ്റർ ബെഡ്റൂം. ഫാമിലി ലിവിങ്ങിൽ നിന്നും ഇൻഡയറക്റ്റ് ഡോർ അഥവാ ഡൈനിങ്ങിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു പ്രൈവസിയോട് കൂടിയിട്ട് ബെഡ്റൂമിലേക്ക് നേരിട്ട് കാഴ്ചയൊന്നും ഇല്ലാത്ത തരത്തിൽ ഒരു 360x420 സൈസിലുള്ള മാസ്റ്റർ ബെഡ്റൂമാണിത്. ഫാമിലി ലിവിങ്ങിൽ അപ്ലൈ ചെയ്ത പോലെ തന്നെ മെറൂൺ പ്ലസ് വൈറ്റ്, അതാണ് ഈ റൂമിൻ്റെ ടോട്ടൽ കളർ സ്കീമായിട്ട് വരുന്നത്. ഈ ബെഡ്റൂമിൽ തന്നെ ഒരു ബേ വിൻഡോ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അഥവാ കുട്ടികൾക്കൊക്കെ ഇരിക്കാനും അതുപോലെ തന്നെ അയൺ ചെയ്യാനുള്ള ഒരു സ്പേസ് ആയിട്ട് അതിൻ്റെ അടിഭാഗവും മുകൾ ഭാഗവും ഒരു സ്റ്റോറേജ് യൂണിറ്റ് ആയിട്ട് വാർഡ്രോബ് പോലെ, മിനി വാർഡ്രോബ് പോലെ ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഒരു ഡ്രസ്സിങ് യൂണിറ്റ്, അതുപോലെ ഒരു കമ്പ്യൂട്ടർ ടേബിൾ, പിന്നെ കൂടാതെ ചുമരിനോട് അറ്റാച്ച് ചെയ്തിട്ടുള്ള ഒരു വാർഡ്രോബ്, 4 ഡോർ വരുന്ന തരത്തിലുള്ള ഒരു വാർഡ്രോബ്. ആ വാർഡ്രോബിൻ്റെ ഫിനിഷിങ് പ്ലൈവുഡും അതുപോലെ തന്നെ വെനീർ ഫിനിഷിങ് വാൾനട്ട് കളറിൽ ലിവിങ്ങിൽ, അതുപോലെ ഫാമിലി ലിവിങ് ഡൈനിങ് അതിലത്തെ വുഡൻ പോളിഷിനോട് മാച്ചാവുന്ന തരത്തിലുള്ള വാൾനട്ട് കളറിലുള്ള ഒരു ഫിനിഷാണ് വാർഡ്രോബിന് അപ്ലൈ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ലിവിങ്ങിൽ സോഫ്റ്റ് ഫർണിഷിങ്ങിൽ അപ്ലൈ ചെയ്ത മെറൂൺ കളറ് മാസ്റ്റർ ബെഡിൻ്റെ കോട്ടിൻ്റെ സൈഡിലായിട്ട് ഒരു ഹെഡ് വർക്കായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ അതിനോട് മാച്ചായിട്ടുള്ള ത്രോ പില്ലോസ് മെറൂൺ കളറിൽ, വൈറ്റ് ബെഡ്ഷീറ്റ്.
സ്റ്റെയർ കേസ് കയറി കഴിഞ്ഞാൽ ലാൻഡിങ് സ്പേസിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ലാൻഡിങ് സ്പേസ് നോർമൽ ലാൻഡിങ് സ്പേസിനെക്കാട്ടിലും ഒരു 90 സെൻറ്റിമീറ്റർ കൊടുത്ത് കൂട്ടിയിട്ട് ഒരു സ്റ്റഡി സ്പേസും കൂടെ ഇതിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ലൈബ്രറി റാക്ക് അതും പ്ലൈയും വെനീറും ഉപയോഗിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ സ്റ്റെയറിൻ്റെ റെയിലിങ് വളരെ സിമ്പിളായിട്ട് SS റോപ്പ് മാറ്റ് ഫിനിഷിൽ വരുന്ന റോപ്പാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. എക്സ്പെൻസ് വളരെ കുറവാണ്. പിന്നെ മറ്റുള്ള സ്റ്റെയർ കേസിനെക്കാട്ടിലും കാണാനൊരു പ്രത്യേകത ഉണ്ട്. സ്റ്റെയർ കേസ് കയറി വന്നിട്ട് അപ്പർ ലിവിങ്ങിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അപ്പർ ലിവിങ്ങിൽ താഴെ ഫാമിലി ലിവിങ്ങിനെ പോലെ തന്നെ ഒരു LCD സ്പേസ് ഉണ്ട്. അതിനകത്ത് ഈ ഭാഗത്ത് ഇരുന്നിട്ട് TV കാണാനുള്ള ഒരു ഏരിയയാണ് ഇപ്പോൾ ഉള്ളത്. ഇതിൽ തന്നെ അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പഴയ ഒരു സിസ്റ്റം ചാരി ഇരിക്കാനുള്ള ഫുൾ ലെവലിൽ നല്ല എയർ സർക്കുലേഷനൊക്കെ കിട്ടി ചാരി ഇരിക്കാനുള്ളൊരു പ്രൊവിഷൻ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ പോർച്ചിൽ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് ഈ വിൻഡോ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്തുകൂടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും, മുകളിൽ നിന്നുകൊണ്ട് തന്നെ അറിയാൻ പറ്റും താഴെ ആരാ വന്നതെന്നുള്ളത്. അത്തരത്തിലുള്ളൊരു സൗകര്യമാണ് ഈ അപ്പർ ലിവിങ്ങിലെ ഈ സിറ്റിംഗ് സ്പേസ് കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഫിനിഷിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിറ്റിംഗ് സ്പേസ് പ്ലൈയും വെനീറും അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വുഡൻ 2x1 വുഡൻ റെയിലാണ് ഹൊറിസോണ്ടൽ പാറ്റേൺ 1 ഇഞ്ച് ഗ്രൂ വെച്ചിട്ട് ഇതിൽ അപ്ലൈ ചെയ്തിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് അപ്പർ ലിവിങ്ങിൻ്റെ പ്രത്യേകത. അപ്പർ ലിവിങ്ങിൽ നിന്നും നമ്മൾ എൻട്രിയോട് കൂടിയിട്ട് ഓപ്പൺ ടെറസിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഓപ്പൺ ടെറസ് ഒരു ഓപ്പൺ കോൺഫറൻസിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു സെറ്റിങ്സാണ് ഇതിനകത്ത് ചെയ്തിട്ടുള്ളത്. എക്സ്റ്റീരിയറിൽ അപ്ലൈ ചെയ്തിട്ടുള്ള കോട്ടാക് ഗ്രീൻ കളർ സ്കീമിലുള്ള ഒരു മാറ്റ് ഫിനിഷിലുള്ള ടൈല് ഓപ്പൺ ടെറസിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. പിന്നെ നല്ല എയർ സർക്കുലേഷനൊക്കെ കിട്ടാൻ കണക്കാക്കിയിട്ട് പാരപ്പറ്റ് ഫുള്ളി ബ്ലോക്ക് ആക്കാതെ സിമ്പിൾ 2x1 റെയിൽ മാത്രം വെച്ച് മെറ്റൽ റെയിൽ മാത്രം വെച്ച് ചെയ്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഓപ്പൺ ടെറസിൻ്റെ പ്രത്യേകത. അപ്പർ ലിവിങ്ങിൽ നിന്നും പ്രവേശിക്കാവുന്ന തരത്തിലുള്ള ബെഡ്റൂമാണിത്. ഗ്രൗണ്ട് ഫ്ലോറിലെ മാസ്റ്റർ ബെഡ്റൂമിൻ്റെ സെയിം സൈസ് തന്നെയാണ് ഇതിനകത്ത് അപ്ലൈ ചെയ്തിട്ടുള്ളത്. ഈ റൂമിൻ്റെ പ്രത്യേകത കളർ സ്കീമിൽ ഒരു ബ്ലൂ ഗ്രീൻ ആണ് ഡാർക്ക് കളറായിട്ട് അപ്ലൈ ചെയ്തിട്ടുള്ളത്. അതിനോട് കൂടുതലും ലൈറ്റ് കളറായിട്ടുള്ള വൈറ്റ് കളർ അപ്ലൈ ചെയ്തിട്ടുണ്ട്. പിന്നെ താഴത്തെ മാസ്റ്റർ ബെഡ്റൂമിൻ്റെ സെയിം ഡീറ്റെയിലിംഗ് തന്നെയാണ് ഫർണിച്ചറിലൊക്കെ അപ്ലൈ ചെയ്തിട്ടുള്ളത്. കളർ സ്കീമിന് മാത്രമേ വ്യത്യാസം വരുത്തിയിട്ടുള്ളൂ. അതുപോലെ തന്നെ താഴത്തെ മാസ്റ്റർ ബെഡ്റൂമിലുള്ള പോലെ തന്നെ വലിയ ഒരു 4 ഡോറിലുള്ള ഒരു വാർഡ്രോബ് ഉണ്ട്, ഒരു ഡ്രസ്സിങ് യൂണിറ്റ്. പിന്നെ മറ്റൊരു പ്രത്യേകത ഈ ബെഡ്റൂമിനുള്ളത്, ഈ ബെഡ്റൂമിൽ നിന്നും ഫ്രണ്ട് സൈഡിലേക്ക് ഒരു ബാൽക്കണിയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് വീടിൻ്റെ ഫ്രണ്ട് ഫേസിലാണ് ഈ ബാൽക്കണി ഉള്ളത്. ഫസ്റ്റ് ഫ്ലോറിലെ ബെഡിൽ നിന്നും പ്രവേശിക്കാവുന്ന തരത്തിലാണ് ഈ ബാൽക്കണി അറേഞ്ച് ചെയ്തിട്ടുള്ളത്. പിന്നെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്താണ് ഈ ബാൽക്കണി. 2 പേർക്ക് ഒരു ചെറിയ 2 ചെയർ ഇട്ടിട്ട് ഇരിക്കാൻ പറ്റുന്ന രൂപത്തിൽ. അതുകൊണ്ട് തന്നെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തായതുകൊണ്ട് തന്നെ കാറ്റ് വൈകുന്നേരങ്ങളിലൊക്കെ ഈ ബെഡ്റൂമിൻ്റെ ഈ ബാൽക്കണിയിൽ ഇറങ്ങിയിരിക്കുമ്പോൾ നല്ല കാറ്റ് കിട്ടുന്ന തരത്തിലുള്ളൊരു അറേഞ്ച്മെൻറ്റ്സാണ്.
ഇതാണ് കിച്ചൺ. കിച്ചൻ്റെ സൈസ് വന്നിട്ട് 330x360 ആണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. കിച്ചൻ്റെ കളർ സ്കീം അപ്ലൈ ചെയ്തിട്ടുള്ളത് ഗ്രീൻ വൈറ്റ് കളർ സ്കീമാണ്. അത് മെറ്റീരിയൽ വന്നിട്ട് MDFൻ്റെ മുകളിൽ ഡ്യൂക്കോ ഫിനിഷിംഗ് ആണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. NC50 അപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ 2 കോട്ടിങ് ഡ്യൂക്കോ ഫിനിഷ് പെയിൻ്റാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. കൗണ്ടർ ടോപ്പ് ബ്ലാക്ക് ഗ്രാനൈറ്റ് ആണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ മോഡുലാർ കിച്ചന് വേണ്ട ഇൻറ്റേർണൽ ആക്സസറീസൊക്കെ ഓരോ ക്യാബിനറ്റിനകത്തും ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഹുഡ് ഹോബ് അതും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഹുഡിൻ്റെയും ഹോബിൻ്റെയും 2 സൈഡിലായിട്ട് GTBT ട്രേ, കുറച്ച് ഭംഗിയുള്ള തരത്തിലുള്ള ഗ്ലാസ് പ്ലേറ്റ് അങ്ങനത്തെ ഒക്കെ പുറത്ത് കാണാൻ വേണ്ടിയിട്ട് ചെറിയൊരു LED ലൈറ്റിങ്ങും അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. കിച്ചൻ്റെ ബാക്കി കളർ സ്കീമിന് മാച്ചാവുന്ന തരത്തിൽ ഹൊറിസോണ്ടൽ ബ്ലൈൻഡാണ് കർട്ടനായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. വിൻഡോൻ്റെ സെൻറ്ററിലായിട്ട് തന്നെ ഒരു ചെറിയ സിങ്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്.